Today we are going to discuss some terms used in BJT transistors. ആദ്യം അറിയേണ്ടത് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനെ പറ്റിയാണ്. നിങ്ങളുടെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. സോ അതിനെ 4 ടെർമിനൽ ഡിവൈസ് ആക്കണം. എന്തിന്? നിങ്ങൾക്ക് 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കണം. അതായത് ഒരു പോർട്ടിൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ വേറൊരു പോർട്ടിൽ ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ മൊത്തം എത്ര ടെർമിനലായി? 1, 2, 3 ആൻഡ് 4. സോ നമ്മളുടെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് 3 ടെർമിനലാണ് ഉള്ളത്. അപ്പം എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ടെർമിനലിനെ കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സൈഡ്, അങ്ങനെ 3 കോൺഫിഗറേഷൻസ് ഉണ്ട്. കോമൺ ബേസ്, സോ ദാറ്റ് ബേസ് ഈസ് കോമൺ ടു emitter and collector or input side and output side, which is given here. Again, common emitter configuration. Emitter is common to input and output side. Similarly, common collector configuration. Collector is common to input side and output side. ഇനി ഉള്ളത് ഇതിൻ്റെ കറണ്ടും വോൾട്ടേജും ഏതൊക്കെയാണ്? ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, ഇൻപുട്ട് കറണ്ട് എന്താണ്, ഔട്ട്പുട്ട് കറണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കോമൺ ബേസ് കോൺഫിഗറേഷനെ നോക്കാം. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ നമുക്ക് നോക്കാം, ഇവിടെ ഇൻപുട്ട് സൈഡിൽ കോമൺ ആയതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യണ്ട. അപ്പം അതല്ലാത്ത ഏത് പോർട്ട് മാത്രമേ ഉള്ളൂ, ഏത് ടെർമിനൽ മാത്രമേ ഉള്ളൂ? നിങ്ങളുടെ എമിറ്റർ ടെർമിനൽ. അപ്പം അവിടെ കൂടെ പോകുന്ന കറണ്ട് ആയിരിക്കും നിങ്ങളുടെ ഇൻപുട്ട് കറണ്ട്, IE ഇൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ, ഇൻപുട്ട് കറണ്ട്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് സൈഡിൽ നോക്കുമ്പോൾ എഗെയിൻ ബേസ് ഇസ് കോമൺ ആണ്, പിന്നെ എന്താ ഉള്ളൂ? കളക്ടർ മാത്രമേ ഉള്ളൂ. അപ്പം അതായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് കറണ്ട്. ഇത് രണ്ടും എന്താണ്? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ഫോർ കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇനി വോൾട്ടേജ് നോക്കാം. വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഇൻപുട്ട് പോർട്ട്, ഒന്ന് വോൾട്ടേജ് അക്രോസ് ഔട്ട്പുട്ട് പോർട്ട്. വോൾട്ടേജ് അക്രോസ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസ് കോമൺ വന്നുകൊണ്ട് അത് അവസാനം എഴുതണം. സോ ഇൻപുട്ട് സൈഡ് നോക്കുമ്പോൾ VEB ആണ് നമ്മളുടെ ഇൻപുട്ട് വോൾട്ടേജും, ഔട്ട്പുട്ട് പോർട്ട് നോക്കുമ്പോൾ VCB, ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് പോർട്ടിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇപ്പോൾ കോമൺ ബേസ് എന്ന് വരുമ്പോൾ ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സിമിലർലി കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ എന്തായിരിക്കും? ഇവിടെ ബേസ് ഉണ്ട് ഇൻപുട്ട് സൈഡിൽ, അപ്പുറത്ത് കളക്ടർ ഉണ്ട്. സോ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ IB ഫോർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. സിമിലർലി IC എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ ഔട്ട്പുട്ട് കറണ്ട് ഫോർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ പറയുന്നത്. ഇതിൻ്റെ ബയസിങ് എന്താണ്? അതായിട്ട് ബന്ധപ്പെട്ട് ഇതിനെല്ലാം ബയസിങ് ഉണ്ട്. ഇത് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കോമൺ എമിറ്ററായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് അക്രോസ് ഇൻപുട്ട് പോർട്ട്, ദാറ്റ് ഈസ് VBE. അടുത്ത എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുമോ. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? VCE. അവസാനം രണ്ടും E വന്നു, മീൻസ് ഇറ്റ് ഈസ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇതേപോലെ നിങ്ങൾക്ക് കോമൺ കളക്ടറും പറയാം. അടുത്തത് ഇൻപുട്ട് ക്യാരയും ഔട്ട്പുട്ട് ക്യാരയും എന്താണ്? ഇൻപുട്ട് ക്യാര ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഗ്രാഫ് ബിറ്റ്വീൻ ഇൻപുട്ട് കറണ്ട് വേഴ്സസ് ഇൻപുട്ട് വോൾട്ടേജ് കീപ്പിംഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ ഒരു ആക്സിസിൽ കറണ്ടാണ്, ഇൻപുട്ട് കറണ്ട് ആണെങ്കിൽ മറ്റേ ആക്സിസിൽ ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും. അപ്പം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കേണ്ടത് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കേണ്ടത്. ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് ക്യാര. സിമിലർലി ഔട്ട്പുട്ട് ക്യാര എന്താണ്? ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും കീപ്പിംഗ് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ്. ഇൻപുട്ട് കറണ്ടിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കോമൺ ബേസിക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആകുമ്പോൾ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് IB ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് IC ആണ്, ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഇൻപുട്ട് പോർട്ട്, അതായത് VBE.
ഇനി വോൾട്ടേജ് അക്രോസ് ഔട്ട്പുട്ട് പോർട്ടാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് VCE. ഇത് രണ്ടും എല്ലാം ടേംസും ആയി. ഇൻപുട്ട് കറണ്ടായി, ഇൻപുട്ട് വോൾട്ടേജ് ആയി, ഇൻപുട്ട് ഔട്ട്പുട്ട് കറണ്ടായി, ഔട്ട്പുട്ട് വോൾട്ടേജ് ആയി. ഇനി ഞാൻ ഈ ഇൻപുട്ട് ക്യാരി ആയിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഇൻപുട്ട് ക്യാരി, ഔട്ട്പുട്ട് ക്യാരി, ഈ ടേംസ് യൂസ് ചെയ്ത് ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ ആ ഗ്രാഫാണ് അടുത്തത് കാണുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട് ക്യാര ഗ്രാഫ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇൻപുട്ട് ക്യാര എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഇൻപുട്ട് കറണ്ടും ഇൻപുട്ട് വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻപുട്ട് ക്യാര കീപ്പിംഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് VCE കോൺസ്റ്റന്റ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിയാൽ മതി, കണ്ട ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, VCE. അതിനെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് ഞാൻ ഇൻപുട്ട് വോൾട്ടേജിനെ മാറ്റുമ്പോൾ ഇൻപുട്ട് കറണ്ടിന് വരുന്ന ചേഞ്ച് ഞാൻ പ്ലോട്ട് ചെയ്യുന്നു. ഞാൻ ഒന്നും കൂടെ പറയാണ്, ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഇതെന്താ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് വാല്യൂ, എന്നിട്ട് എന്ത് ചെയ്യണം, ഇൻപുട്ട് വോൾട്ടേജിനെ കൂട്ടി പോകുമ്പോൾ ഇൻപുട്ട് കറണ്ട് വരുന്ന ചേഞ്ചസിനെ ഞാൻ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നതിനാണ് ഇൻപുട്ട് ക്യാര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് സൈഡിൽ ഞാൻ ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് വോൾട്ടേജിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇൻപുട്ട് വോൾട്ടേജിനെ കൂട്ടുമ്പോൾ ഇൻപുട്ട് കറണ്ടിന് എന്ത് വരുന്നോ അത് ഞാൻ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്നതിനെ ഇൻപുട്ട് ക്യാര എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അക്രോസ് വരുന്നൊരു സ്ലോപ്പാണ് നിങ്ങളുടെ എന്താണ്, റെസിസ്റ്റൻസ്. ഇപ്പോൾ ഡെൽറ്റ VB എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട്. V/I എന്ന് പറയുന്നത് എന്താണ്, V/I ഈസ് നത്തിങ് ബട്ട് റെസിസ്റ്റൻസ്. അതിനാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന റെസിസ്റ്റൻസിനെ Rin എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏത് ഗ്രാഫ് എടുത്താലും അതിന് ഒരു ഗ്രാഫിന് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനാണ് അർത്ഥം Rin ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ VBE ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ IB കീപ്പിംഗ് VCE കോൺസ്റ്റന്റ്. അടുത്തത് നമുക്ക് ഔട്ട്പുട്ട് ക്യാരിയ നോക്കാം. ഇനി ഔട്ട്പുട്ട് ക്യാരിയ ഫോർ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് ക്യാരിയ മീൻസ് ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഔട്ട്പുട്ട് വോൾട്ടേജ് കീപ്പിംഗ് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ്. ഇവിടെ IB ആണ് ഇൻപുട്ട് കറണ്ട്, കാര്യം നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സോ ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇവിടെ നടക്കുന്നെന്ന് പറഞ്ഞാൽ ഗ്രാഫ് നമ്മൾ പടത്തിൽ നോക്കാം. ഇപ്പൊ പടത്തിൽ നമുക്ക് ഇൻപുട്ട് കറണ്ടിനെ ഞാൻ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ഇൻപുട്ട് കറണ്ട് കാണും. അപ്പോൾ ആ ഇൻപുട്ട് കറണ്ടിനെ മാറ്റാതെ ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജ് മാറ്റുമ്പോൾ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ചേഞ്ചസ് ഒരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഔട്ട്പുട്ട് വോൾട്ടേജിനെ മാറ്റുമ്പോൾ ഔട്ട്പുട്ട് കറണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത്. കീപ്പിംഗ് വാട്ട് കോൺസ്റ്റന്റ്, ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ്. സോ ആ ഗ്രാഫ് അങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ കേസിൽ എന്താ, ഒരു ചെറിയൊരു ഇൻപുട്ട് കറണ്ടിന് ഈ ഗ്രാഫ് കിട്ടി. അടുത്ത ഇൻപുട്ട് കറണ്ട് കൂട്ടിയപ്പോൾ കുറച്ചും കൂടെ പൊങ്ങിയ ഗ്രാഫ് വന്നു. അടുത്ത ഇൻപുട്ട് കറണ്ട് കൂട്ടിയപ്പോൾ വീണ്ടും ഒരു പൊങ്ങിയ ഗ്രാഫ് വന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഔട്ട്പുട്ട് ക്യാര എന്ന് പറയുന്നത്. ഇനി ഓരോ കോൺഫിഗറേഷനും ഒരു കറണ്ട് ഗെയിൻ ഉണ്ട്. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് കറണ്ട് കൊടുത്തപ്പോൾ എത്ര ഔട്ട്പുട്ട് കറണ്ട് കിട്ടി അതിൻ്റെ റേഷ്യോ ആണ് കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എപ്പോഴും കറണ്ട് ഗെയിൻ പറയുന്നത് എങ്ങനെയാണ്, നിങ്ങളുടെ സർക്യൂട്ടിൽ DC വോൾട്ടേജും DC കറണ്ടും ഉള്ളപ്പോൾ മാത്രമേ കറണ്ട് ഗെയിൻ ഡയറക്റ്റ്ലി പറയുള്ളൂ. ഇനി ഇപ്പോൾ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. സോ കറണ്ട് ഗെയിൻ ഫോർ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ബേസ് ആണ് കോമൺ. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമ്മൾ കോൺഫിഗറേഷനിൽ പറഞ്ഞു ഔട്ട്പുട്ട് കറണ്ട് എന്തായിരിക്കും, ഇവിടെ IC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് IE. സോ അതാണ് നിങ്ങളുടെ ആൽഫ. ഔട്ട്പുട്ട് കറണ്ട് വേഴ്സസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്, അതാണ് ആൽഫ. ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമുക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നോക്കാം. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് കറണ്ട് എന്താണ്, IC ഡിവൈഡഡ് ബൈ IB, ഇൻപുട്ട് കറണ്ട് IB. സോ IC ബൈ IB ആണ് നിങ്ങളുടെ ബീറ്റ.
ഇനി കോമൺ കളക്ടർ കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് കറണ്ട് ഐ ഇ, ഇൻപുട്ട് കറണ്ട് ഐ ബി. സോ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഐ ഇ ബൈ ഐ ബി. ഐ ഇ ബൈ ഐ ബി എന്തായിരിക്കും? അതാണ് നിങ്ങളുടെ ഗാമ. ഇപ്പോൾ ഗ്രാഫ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ ഇതിൻ്റെ കറണ്ട് ഗെയിനും ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഷോർട്ട് ട്രിക്ക് എന്ന് പറയുന്നത് ബിക്കോസ് ആൽഫ ബീറ്റ ഗാമ. സോ ഞാൻ ഐ ബി ഐ ഇ ഐ സി എന്ന് എഴുതി അതേ ഫോമാറ്റിൽ ബി ഇ സി. ഇനി എന്ത് എഴുതി? തൊട്ടടുത്ത് പോയാണെങ്കിൽ ആദ്യം ആൽഫ, ദാറ്റ് ഈസ് ഐ സി ബൈ ഐ ഇ ആൽഫ. അടുത്തത് അതേ ഐ സി എന്ന് അടുത്തോട്ട് ചാടുക, ഐ സി ബൈ ഐ ബി എന്ന് പറഞ്ഞാൽ ബീറ്റ. അത് കഴിഞ്ഞിട്ട് ഉള്ളത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, അതേ ഓർഡറിൽ പോവാം. ദാറ്റ് ഈസ് ഐ ഇ ഡിവൈഡഡ് ബൈ ഐ ബി ആണ് ഗാമ. ഇങ്ങനെ നിങ്ങൾക്കും ഓർത്തിരിക്കാം. ഇനി നമുക്ക് അറിയേണ്ടത് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ആണ്. നമുക്കറിയാം രണ്ട് ജംഗ്ഷൻ ഉണ്ട്, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. അപ്പോൾ ഒരു ജംഗ്ഷൻ ദാറ്റ് ഇസ് എ ഡയോഡ്, റൈറ്റ്? സോ ഡയോഡ് ക്യാൻ ബി ബയസ്ഡ് ഇൻ ഫോർവേഡ് ബയസ് റീജിയൻ, ഫോർവേഡ് ബയസ് അല്ലെങ്കിൽ റിവേഴ്സ് ബയസ് ആക്കാം. ഇപ്പോൾ രണ്ട് ഡയോഡ് ഉണ്ട്, യു ക്യാൻ ഡു രണ്ടും ഫോർവേഡ് ബയസ് ആക്കാം അല്ലെങ്കിൽ രണ്ട് റിവേഴ്സ് ബയസ് ആക്കാം. ആദ്യത്തെ ഫോർവേഡ് രണ്ടാമത്തെ റിവേഴ്സ്, അല്ലെങ്കിൽ ആദ്യത്തെ റിവേഴ്സ് രണ്ടാമത്തെ ഫോർവേഡ്. അപ്പം മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടേ ഉള്ളൂ, ഫോർവേഡ് ഫോർവേഡ്, ഫോർവേഡ് റിവേഴ്സ്, റിവേഴ്സ് റിവേഴ്സ്. അപ്പോൾ രണ്ടും ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയാൽ അതിനെ സാച്ചുറേഷൻ റീജിയൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓൺ സ്വിച്ച്. സാധാരണ വീട്ടിൽ ഒരു ഫാൻ ഇടാൻ വേണ്ടി ഓൺ ആക്കില്ലേ, അതേ എഫക്റ്റേ ഉള്ളൂ ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അതേപോലെ രണ്ട് റിവേഴ്സ് ആയാൽ ഇറ്റ് ഈസ് ഇൻ കട്ട് ഓഫ് ഓപ്പറേഷൻ, കട്ട് ഓഫ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. മീൻസ് കട്ട് ഓഫ് മീൻസ് പവർ കട്ട്, പവർ കട്ട് മീൻസ് ഇക്വലൻ ടു ഓഫ് സ്വിച്ച്. ഇനി ആദ്യത്തെ ജംഗ്ഷൻ അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും രണ്ടാമത്തെ ജംഗ്ഷൻ കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആയാൽ അതിനെ നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്നും പറയും. ഈ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ. മീൻസ് ഒരു സിഗ്നൽ കൊടുത്താൽ അത് ആംപ്ലിഫൈഡ് വേർഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ക്യൂ പോയിന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ക്യൂ പോയിന്റ് നിങ്ങൾ ബയസിങ് കൊടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ അത് സാച്ചുറേഷൻ റീജിയനിൽ വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? നിങ്ങളുടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവും, കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവും. സിമിലർലി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കട്ട് ഓഫ് റീജിയനിൽ വന്നാൽ നിങ്ങളുടെ രണ്ട് ജംഗ്ഷൻ എന്ത് പറ്റും? റിവേഴ്സ് ബയസ്ഡ് ആവും. നിങ്ങൾ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആവും. സിമിലർലി നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയനിൽ സെറ്റ് ചെയ്താൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. സിമിലർലി കളക്ടർ ബേസ് ജംഗ്ഷൻ അത് റിവേഴ്സ് ബയസ് ആയിക്കോളും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ട് ക്യാര ഓഫ് എ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേഴ്സസ് ഔട്ട്പുട്ട് കറണ്ട് കീപ്പിംഗ് ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ്. ഇതെല്ലാം നിങ്ങളുടെ ഇൻപുട്ട് കറണ്ട്, ഓരോ ഇൻപുട്ട് കറണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജിനെ മാറ്റിയപ്പോൾ ഔട്ട്പുട്ട് കറണ്ടിൽ വന്ന ചേഞ്ചസിനെ ഞാൻ ഗ്രാഫായിട്ട് വരച്ചു. അതാണ് നിങ്ങൾ ഇത് കാണുന്നത്. അപ്പോൾ ഓരോ ഇൻപുട്ട് കറണ്ടിൻ്റെ അനുസരിച്ച് ഓരോ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി ഈ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ലോഡ് കണക്ട് ചെയ്തു, നിങ്ങളുടെ ഡിവൈസിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് കണക്ട് ചെയ്തു. ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് വിച്ച് എക്സ്ട്രാക്ട് ദ ഇൻഫർമേഷൻ ഫ്രം ദ സിസ്റ്റം. അപ്പോൾ ആ ലോഡ് കണക്ട് ചെയ്തപ്പോൾ അപ്പോൾ അതിൻ്റെ അക്രോസ് ഒരു എന്ത് വരും? വോൾട്ടേജും വരും, കറണ്ടും വരും അല്ലേ? ഒരു സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ അതിൻ്റെ അക്രോസ് വോൾട്ടേജും വരും, കറണ്ടും വരും. അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് സൈഡിൽ എടുത്തുകൊണ്ട് ഇതിൻ്റെ അക്രോസ് എന്ത് വരും? ഒരു ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും ഇവിടെ എന്താണ്? വി സി ഇയും ഐ സിയുമാണ്. അപ്പോൾ വി സി ഐ സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ലോഡ് ഡി സി അല്ലെങ്കിൽ ലോഡ് ലൈൻ എന്ന് പറയും, ഡി സി ലോഡ് ലൈൻ. അതായത് ഔട്ട്പുട്ട് ലോഡിൽ ഇതാ ലോഡ് എന്ന് പറയുന്നത് അതിലുള്ള ഡി സി വാല്യൂസ് എന്താണ്? ഡി സി വോൾട്ടേജും ഡി സി കറണ്ട് അക്രോസ് ലോഡ് എന്താണോ അതാണ് നിങ്ങൾ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അത് ഈ ലൈനാണ്, ഈ കാണുന്ന മൊത്തം ലൈനാണ് നിങ്ങളുടെ ഡി സി ലോഡ് ലൈൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് എടുത്താൽ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എന്തുണ്ട്? ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും ഉണ്ട്. ഈ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും വരുന്ന ആ പോയിന്റിന് എന്ത് പറയാം? അതിനാണ് നമ്മൾ
ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്ന് പറയാം. അത് എവിടെ വേണമെങ്കിലും വരാം. ഒന്നെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. ആ ലൈനിൽ എവിടെ വേണമെങ്കിലും വരാം. ആ ലൈനാണ് നമ്മളുടെ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ റീജിയൻ നോക്കിയാൽ മതി. ഇത് എവിടെയാണ്? നിങ്ങൾ ബ്ലൂ കളർ കാണുന്നത് ആക്റ്റീവ് റീജിയൻ ആണ്. ആക്റ്റീവ് റീജിയന്റെ പ്രത്യേകത എന്താണ്? ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ കൊണ്ട് ക്യൂ പോയിന്റ് വെച്ചാലും അത് ഫസ്റ്റ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും സെക്കൻഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ ഇവിടെ ആക്റ്റീവ് റീജിയനിൽ കൊണ്ട് വെച്ചാൽ ആദ്യത്തെ ജംഗ്ഷൻ ഫോർവേഡും രണ്ടാമത്തെ ജംഗ്ഷൻ റിവേഴ്സ് ആയിരിക്കും. അതേപോലെ ഈ ക്യൂ പോയിന്റ് ഞാൻ ഈ റീജിയനിൽ കൊണ്ട് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും? ഞാൻ ഫസ്റ്റ് ജംഗ്ഷനും സെക്കൻഡ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ അത് ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാം. ഇനി അത് മാറ്റി ഞാൻ ഇവിടെ കൊണ്ട് വെച്ചെന്ന് വിചാരിച്ചോ, മീൻസ് ഇൻ കട്ട് ഓഫ് റീജിയൻ. ക്യൂ പോയിന്റ് ഞാൻ കട്ട് ഓഫ് റീജിയനിൽ കൊണ്ട് വെച്ചപ്പോൾ എന്ത് പറ്റി? അത് രണ്ട് ജംഗ്ഷനെയും റിവേഴ്സ് ബയസ് ആക്കി. അങ്ങനെ ആക്കുമ്പോൾ എനിക്ക് അതിനെ എന്തായിട്ട് യൂസ് ചെയ്യാം? ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പം നമുക്കിവിടെ എന്താ വേണ്ടത്? ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനെ എവിടെ കൊണ്ട് വെക്കണം? ആക്റ്റീവ് റീജിയനിൽ കൊണ്ട് വെച്ചാൽ ഫസ്റ്റ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും സെക്കൻഡ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആവും. ഓട്ടോമാറ്റിക്കലി എനിക്കത് ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യാൻ പറ്റും. സോ ബയസിങ് ഈസ് നത്തിങ് ബട്ട് സെറ്റിംഗ് ദ ക്യൂ പോയിന്റ് ഓർ ഓപ്പറേറ്റിംഗ് പോയിന്റ്. ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടിൻ്റെയും ഒരു ഇത് കോമ്പിനേഷനാണ്. അപ്പം അതിനെ സെറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഒരു ട്രാൻസിസ്റ്ററിനെ ബയസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്.